നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായത്തിലുള്ള ദൈവീ സമ്പത്തിനെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ദൈവീ സമ്പത്തിലെ ഓരോരോ ധർമ്മങ്ങളെ എങ്ങനെയാണ് കഥാരൂപത്തിൽ ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുകയായിരുന്നു. അതിൽ ശാന്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയോടുകൂടിയിട്ട് നാം പൂർത്തിയാക്കി. ഭീഷ്മ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ശാന്തി എന്നുള്ള ദൈവീ സമ്പത്തിനെ അതിൻ്റെ പൂർണ്ണതയിൽ നാം പ്രത്യക്ഷമായിട്ട് കാണുന്നത്. അതിനെ തുടർന്നുള്ളതായ ഭാഗങ്ങളാണ് നമുക്ക് ഇനി വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഭഗവാൻ വേദവ്യാസൻ ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം അത് ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നീക്കിവച്ചിരിക്കുകയാണ്. ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന് അതുകൊണ്ട് അതിന് പേരുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടിയും ഈ ദൈവാസുര സമ്പത്തുകളോട് കൂടിയിട്ടാണ് നിർവഹിക്കപ്പെടുക. ദൈവീ സമ്പത്തിൻ്റെയും ആസുരീ സമ്പത്തിൻ്റെയും ധർമ്മങ്ങൾ പല അളവുകളിൽ എല്ലാ ജീവിയിലും കലർന്നിരിപ്പുണ്ട്. അതില്ലാത്തതായിട്ടുള്ള ഒരു സൃഷ്ടിയും ഈ ജഗത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ ലോകത്തെ അറിയണമെങ്കിൽ, മനുഷ്യരെ അറിയണമെങ്കിൽ, നമ്മെ തന്നെ അറിയണമെങ്കിൽ, നാം എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമായി അറിയണമെങ്കിൽ ദൈവാസുര സമ്പദ് വിഭാഗയോഗം നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. മഹാഭാരതത്തിൽ കഥാരൂപത്തിൽ അതിനു വേണ്ടുന്നതായ സർവവും വ്യാസഭഗവാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലെ സകല കഥകളും ദൈവാസുര സമ്പദ് വിഭാഗത്തെ, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. നാം ദൈവീ സമ്പത്തിനെ നേരിട്ട് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് കാണുകയായിരുന്നു. ആ ദൈവീ സമ്പത്തിൻ്റെ ധർമ്മങ്ങൾ ഇങ്ങനെ തുടരുന്നു. അഹിംസ സത്യമക്രോധ ത്യാഗ ശാന്തിരപൈശുനം. അഹിംസ, സത്യം, അക്രോധം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, ഇതെല്ലാം ദൈവീ സമ്പത്താണ്. ശാന്തി എന്നുള്ള ദൈവീ സമ്പത്ത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് അപൈശുനമാണ്. പിശുനത, ഇല്ലായ്മ. പിശുനത എന്നുള്ളത് ദുഷ്ടതയാണ്, ദയയില്ലായ്മയാണ്. അപൈശുനം എന്നുള്ളത് ദുഷ്ടതയില്ലായ്മയാണ്. പിശുനത എന്നുള്ളത് ദുഷ്ടതയാണ്. അപൈശുനം ദുഷ്ടതയില്ലായ്മ. പിശുനത എന്നുള്ളത് ക്രൂരബുദ്ധിയാണ്. അത് വൈരാഗ്യമാണ്, വിരോധമാണ്. അപൈശുനം എന്നുള്ളത് ക്രൂരബുദ്ധി ഇല്ലായ്മയാണ്, പകയില്ലായ്മയാണ്, ഏഷണിയില്ലായ്മയാണ്. ഇതൊക്കെ അപൈശുനമാണ്. ഈ അപൈശുനം എന്നുള്ളതായ ധർമ്മം
അത് ദൈവീ സമ്പത്തിന്റെ സവിശേഷതയാണ്. ദയയും അതേപോലെ തന്നെ സമഭാവനയും തുല്യതയും അപൈശുനത്തിന്റെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളാണ്. സ്വാർത്ഥതയുള്ളിടത്ത് പിശുനത വർദ്ധിക്കും. തൻ്റേതായ വിജയത്തെ, തൻ്റേതായിട്ടുള്ള നേട്ടങ്ങളെ ലക്ഷ്യം വെക്കും സ്വാർത്ഥതയുണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോഴേക്കും മറ്റുള്ളവരുടെ നേരെ ദയയില്ലായ്മ വരും. മറ്റുള്ളവരുടെ നേരെ ക്രൂരത പ്രവർത്തിക്കും, ദുഷ്ടത പ്രവർത്തിക്കും, പകയോടുകൂടി മറ്റുള്ളവരുടെ നേരെ പ്രവർത്തിക്കും. അതൊക്കെ ഉണ്ടാകും. പിശുനത വർദ്ധിക്കും. സ്വാർത്ഥതയും പിശുനതയും ഒരുമിച്ച് പോകുന്നു. അതിന് നേരെ വിപരീതമാണ് അപൈശുനം. അത് ദയ, തുല്യത മുതലായവയാണ്. ദുഷ്ടതയുടെ അഭാവം, അതേപോലെ തന്നെ ക്രൂരബുദ്ധിയുടെ അഭാവം ഒക്കെയാണ് അപൈശുനം. ഭഗവാൻ വേദവ്യാസൻ വളരെ ഭംഗിയായിട്ട് അപൈശുനം എന്നുള്ള ദൈവീ സമ്പത്തിനെ നമുക്ക് പല കഥകളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു സന്ദർഭം മാത്രം ഈ അവസരത്തിൽ എല്ലാ സജ്ജനങ്ങളുടെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നിന്നാണ്. പാണ്ഡവന്മാർ ചൂതിൽ തോറ്റിട്ട് 12 വർഷത്തെ കാനനവാസം, അത് വിജയകരമായി കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തെ അജ്ഞാതവാസം, അതും വിജയകരമായി കഴിഞ്ഞാൽ ഈ അജ്ഞാതവാസ കാലത്ത് കൗരവന്മാര് അവരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കപ്പെടാതെ ആ അജ്ഞാതവാസകാലമായ 1 വർഷം വിജയകരമായിട്ട് നാട്ടിൽ എവിടെയെങ്കിലും അറിയപ്പെടാതെ കഴിയാൻ സാധിച്ചാൽ അവർക്ക് രാജ്യം, അവർക്ക് അവകാശപ്പെട്ടതായ ആ പകുതി രാജ്യം തിരിച്ചു കൊടുക്കും. ഇതായിരുന്നല്ലോ ചൂതിലെ വ്യവസ്ഥ. അങ്ങനെ 12 വർഷത്തെ കാനനവാസത്തിൽ കഴിയുന്ന സന്ദർഭം പാണ്ഡവന്മാര് വളരെ ക്ലേശകരമാണ്. കാനനത്തിലെ ജീവിതം വിപത്തുകൾ ഏറെ നിറഞ്ഞതാണ്. അതിൽ 11 വർഷവും കഴിഞ്ഞു. 12ാം വർഷം പൂർണ്ണതയോട് അടുക്കുന്നു. ആ അവസരത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധയെ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുന്നത്. പാണ്ഡവന്മാരുടെ ജീവിതത്തിൽ അനേക ദുഃഖങ്ങൾ ഈ വനവാസകാലത്തുണ്ടായി. വിശേഷിച്ചും വനവാസം പൂർണ്ണമാകാൻ തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ അപ്പോൾ പാണ്ഡവന്മാര് കാമ്യകവനത്തിൽ പാർക്കുകയായിരുന്നു. ആ അവസരത്തിൽ പാണ്ഡവന്മാരുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ജയദ്രഥൻ ആ കാനനത്തിൽ വരുന്നുണ്ട്. ആ ജയദ്രഥൻ ദുര്യോധനന്റെ സഹോദരിയുടെ ഭർത്താവാണ്, സിന്ധു രാജാവാണ്, വീരനാണ്. അതേപോലെ തന്നെ അനേകം യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളയാളുമാണ്. ആ ജയദ്രഥൻ അവിടെ വരുന്നുണ്ട് ഈ കാമ്യകവനത്തിൽ. വളരെ രഹസ്യമായിട്ടാണ് അയാൾ വരുന്നത്. അതുകൊണ്ട് പാണ്ഡവന്മാർ അയാളുടെ ആഗമനം അറിഞ്ഞില്ല. അയാള് ദ്രൗപദി ഏകയായിട്ട് അവിടെ ആ കാനനത്തിന്റെ പ്രാന്തദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോഴേക്കും ദ്രൗപദിയെ കണ്ട് ദ്രൗപദിയെ അയാൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ദ്രൗപദീഹരണം എന്നുള്ള സംഭവം ഉണ്ടായി. പാണ്ഡവന്മാരറിഞ്ഞു, ഓടിച്ചെന്നു. ജയദ്രഥനിൽ നിന്നിട്ട് ദ്രൗപദിയെ മോചിപ്പിച്ചു. ആ ജയദ്രഥനെ കൊന്നില്ല, പക്ഷേ ഉചിതമായ ശിക്ഷ നൽകി തന്നെയാണ് അയാളെ മടക്കി അയച്ചത്. അത് വളരെയേറെ ദുഃഖകരമായ അനുഭവമായിരുന്നു പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പത്നിയായ ഇന്ദ്രപ്രസ്ഥത്തിന് മഹാറാണിയായ പാഞ്ചാലി ഈ പ്രകാരത്തിൽ അവമതിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദുഃഖകരമായ ആ സംഭവം കഴിഞ്ഞിട്ട് അവർ പിന്നെ കാമ്യകവനത്തിൽ അധികം പാർത്തില്ല. അവിടെ നിന്നിട്ട് ദ്വൈതവനത്തിലേക്ക് വന്നു. ഇനിയിപ്പോ ഈ കാനനവാസം പൂർണ്ണമാകാൻ തുടങ്ങുകയാണ്. ആ ദ്വൈതവനത്തിൽ അവർ പാർക്കുന്ന അവസരത്തിൽ നടന്നതായ സംഭവങ്ങൾ ഓർത്തിട്ട്
അവരോരോരുത്തരും വേദനിക്കുന്നുണ്ട്. അവർ സ്വന്തം ദുഃഖങ്ങളെ ജ്യേഷ്ഠനായിരിക്കുന്ന മഹാരാജാവായ യുധിഷ്ഠിരനോട് ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ തുറന്നു തന്നെ പറയുന്നുമുണ്ട്. നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇത്രയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് പ്രവർത്തിച്ചു പോന്നിട്ടും ഈ പ്രകാരത്തിലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നല്ലോ. രാജ്യം നഷ്ടപ്പെട്ടു, കാട്ടിൽ വന്ന് കഴിയേണ്ടി വന്നു, കാട്ടിലെ ദുഃഖങ്ങൾ, എന്തിന് ദ്രൗപദി പോലും അപഹരിക്കപ്പെടുന്ന ഒരു സന്ദർഭം, കഷ്ടിച്ച് ദ്രൗപദിയെ ആ സമയത്ത് രക്ഷിക്കാനായി എന്നുള്ളത് മാത്രം ആശ്വാസം. ഇങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം അവർ ചർച്ച ചെയ്തിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വേറൊരു ബുദ്ധിമുട്ട് കൂടി വന്നു ചേർന്നു. ആ കാട്ടില് ഒരു ബ്രാഹ്മണന്റെ, അയാള് യജ്ഞകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായ അരണിക്കമ്പുകൾ അത് ഒരു മാന് കവർന്നുകൊണ്ടുപോയി. അതാണ് ആ സംഭവം. ആ അരണിക്കമ്പുകളെ കൂട്ടിക്കെട്ടിയിട്ട് അതിനെ ഒരു വൃക്ഷത്തിന്റെ, വീടിനടുത്തുള്ളതായ വൃക്ഷത്തിന്റെ ശാഖയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാൻ അങ്ങോട്ട് കാനനത്തിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. അത് വന്ന് ആ വൃക്ഷശിഖരത്തിൽ ഇട്ടിരിക്കുന്നതായ ആ അരണിക്കമ്പുകളിൽ അതിന്റെ കൊമ്പ് ഉരസി, അങ്ങനെ ആ അരണിക്കമ്പുകൾ അതിന്റെ കൊമ്പിലുടക്കി. അതുമായിട്ട് ആ മാന് ഓടിപ്പോയി. ആ ബ്രാഹ്മണൻ വിചാരിച്ചിട്ട് ആ അരണിക്കമ്പുകളെ ആ മാനിൽ നിന്നിട്ട് എടുക്കാൻ, വേർതിരിച്ചെടുക്കാൻ, പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിനറിയാം സമീപത്ത് കാട്ടിനുള്ളിൽ പാണ്ഡവന്മാരുണ്ട് എന്ന്. ഈ മാൻ ഓടിപ്പോയിരിക്കുന്നത് കാട്ടിനുള്ളിലേക്കുമാണ്. അതുകൊണ്ട് ആ ബ്രാഹ്മണൻ നേരെ മഹാരാജാവായിരിക്കുന്ന യുധിഷ്ഠിരന്റെ സമീപത്ത് ചെന്നു. അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു നടന്നതായ സംഭവങ്ങളെല്ലാം. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, തസ്യഗത്വാ പദം രാജൻ അസദ്യച മഹാമൃഗം അഗ്നിഹോത്രം ന ലുപ്യേത തദാനയ പാണ്ഡവ തദാനയത പാണ്ഡവ. അദ്ദേഹം അഭ്യർത്ഥിച്ച ഇതാണ്, അഗ്നിഹോത്രം തടസ്സം കൂടാതെ നടക്കണമെന്നുണ്ടെങ്കിൽ തീ ജ്വലിപ്പിക്കാനായിട്ട് ഈ അരണിക്കമ്പുകൾ മടക്കി കിട്ടണം. ഇതിപ്പോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അതിനാൽ അഗ്നിഹോത്രം മുടങ്ങിപ്പോകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അല്ലയോ മഹാരാജാവേ, അങ്ങ് കാനനത്തിനുള്ളിലേക്ക് ചെന്നിട്ട് ആ മാനിനെ കണ്ടെത്തണം. ആ മാനിൽ നിന്നിട്ട് ആ അരണിക്കമ്പുകളെ വീണ്ടെടുക്കണം. എന്നിട്ട് അത് കൊണ്ടുതരണം, എന്റെ അഗ്നിഹോത്രം മുടങ്ങാതിരിക്കാൻ. പാണ്ഡവന്മാരോട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അതായിരുന്നു. ഇത് കേട്ട മാത്രയില് ബ്രാഹ്മണസ്യ വചശ്രുത്വ സന്തപ്തോധ യുധിഷ്ഠിര. ബ്രാഹ്മണന്റെ ആ വാക്ക് കേട്ടപ്പോഴേക്കും യുധിഷ്ഠിരന് ദുഃഖമുണ്ടായി. കാരണം ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിത പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പങ്കുവഹിക്കുന്ന വസ്തുവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വീണ്ടെടുത്തു കൊടുക്കേണ്ടത് തന്റെ ചുമതലയാണ്. അദ്ദേഹം എന്തു ചെയ്തു? ധനുരാദായ കൗന്ദേയ പ്രാദ്രവത് ഭ്രാതൃഭിസ്സഹ. അദ്ദേഹം വില്ലെടുത്തു. ആ മാനിനെ കണ്ടെത്തണം, അരണിക്കമ്പ് വീണ്ടെടുക്കണം. അങ്ങനെ സഹോദരന്മാരോടൊപ്പം അദ്ദേഹം വില്ലും അമ്പും അവശ്യം വേണ്ടുന്നതായ ആയുധങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആ മാന് എവിടെയായിരിക്കാം, ആ കാനനത്തിനുള്ളിലെ ലക്ഷ്യങ്ങളെല്ലാം വെച്ച് അവർ അന്വേഷിച്ച് നടന്നു വളരെ വേഗത്തിൽ. തേഷാം പ്രേതമാനാനാം നാദൃശ്യത മഹാമൃഗ. വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് കഠിനമായി അവർ പരിശ്രമിക്കുകയാണ് ആ മാനിനെ കണ്ടെത്താൻ. അങ്ങനെയൊക്കെ അവർ പരിശ്രമിച്ചിട്ടും ആ വലിയ മാനിനെ അവർക്ക് കണ്ടെത്താനായി സാധിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ദുഃഖം വളരെയേറെ വർദ്ധിച്ചു. അവർ ഓടി തളർന്നിട്ട് അവര് ഇനി അല്പം വിശ്രമിക്കണമില്ലാതെ മാർഗമില്ല. അവര്
ആ കാനനത്തിനുള്ളിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമം ആകാമെന്ന് കരുതിയിരുന്നു.